AI ഇമേജ് ജനറേഷൻ. നമുക്കറിയാം, നമ്മൾ പല ആവശ്യത്തിന് വേണ്ടിയിട്ടും AI ഹെൽപ്പ് തേടാറുണ്ട്. അതുപോലെ തന്നെ ഇമേജ് ജനറേഷൻ്റെ കാര്യത്തിലാണെങ്കിലും AI ഹെൽപ്പ് നമ്മൾ പലപ്പോഴും തേടാറുണ്ട്. പല ആവശ്യങ്ങൾക്ക് നമ്മൾ AI ഇമേജ് ജനറേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എല്ലാ AI ഇമേജ് ജനറേറ്ററും പെയ്ഡ് ആണെന്നുള്ളതാണ്. അതായത് AI ഇമേജസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മിക്ക ടൂൾസും പെയ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫോണിലും ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ കമ്പ്യൂട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്രോം ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാനിവിടെ playground.ai എന്ന് സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ രണ്ടാമത്തെ വെബ്സൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ലോഡായി വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടർ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് എത്താൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ പ്രോംപ്റ്റ് എന്ന് വേണ്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ChatGPTയുടെ സഹായത്തോടെ എൻ്റെ മനസ്സിലുള്ള ഒരു ഇമേജിന് വേണ്ടിയിട്ട് ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതാണ് ഇവിടെ കോപ്പി ചെയ്യുന്നത്. ഞാൻ ChatGPTയോട് ഒരു വീടും അതുപോലെ തന്നെ തെങ്ങ്, ഒരു പുഴ, അങ്ങനത്തെ ഒരു ഇമേജിന് വേണ്ടിയുള്ള ഒരു പ്രോംപ്റ്റ് വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പം അത് ChatGPT എനിക്ക് തന്നു. ആ ഒരു പ്രോംപ്റ്റ് ഞാനിവിടെ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഇത് ട്രൈ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള പോലെ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാനിവിടെ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ChatGPTയുടെ ഹെൽപ്പും കൂടെ തേടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തതിന് ശേഷം ജനറേറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ലോഡാവുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് ലോഡായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഇമേജ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിവിടെ ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ്, ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയുള്ളൊരു ഇമേജ് എനിക്ക് ലഭിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു വീടുണ്ട്, അവിടെ ഒരു പുഴ, അതുപോലെ തന്നെ ഒരു തെങ്ങുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ChatGPTയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലത്തെ തന്നെ ഒരു ഇമേജ് എനിക്കിവിടെ ലഭിക്കുകയും ചെയ്തു. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി ചേഞ്ച് വരുത്തണമെങ്കിലും നമുക്കതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇവിടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഒന്നും കൂടെ ജനറേറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് കാണാവുന്നതാണ്, ആ ഇമേജ് ഒന്നും കൂടെ റീജനറേറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ലോഡായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത ഇമേജിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ആ ഇമേജ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ആ വീടും അല്ലെങ്കിൽ ആ ഒരു സീനറി മൊത്തത്തിൽ ഒരു ചെറിയ ചേഞ്ച് വന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ പ്രോംപ്റ്റിൽ വ്യത്യാസം വരുത്തിയിട്ടോ അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്തിട്ടോ നമുക്ക് ഇഷ്ടമുള്ള മാറ്റങ്ങൾ നമ്മുടെ ഇമേജിൽ വരുത്തിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ കാണുന്ന ഈ ഇമേജ് ഞാൻ മറ്റൊരു പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്തതാണ്. സ്നോയിൽ കളിക്കുന്ന ഒരു ഡോഗിന് വേണ്ടിയിട്ടുള്ള ഇമേജാണ്, അല്ലെങ്കിൽ ഒരു പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തത്. അതിനനുസരിച്ചുള്ള ഇമേജ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ഇമേജസ് ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഉള്ളവർക്ക് ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ചുള്ള പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇമേജസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ ChatGPTയുടെ സഹായം ഉപയോഗിച്ചു എന്ന് വെച്ച് നിങ്ങളാരും അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ChatGPTയുടെ ഹെൽപ്പ് തേടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ നിസ്സാരമായിട്ട് തന്നെ AI ഇമേജസ് ജനറേറ്റ് ചെയ്തു. അത് നമ്മുടെ മനസ്സിലുള്ള ഐഡിയ അനുസരിച്ച് നമ്മൾ AI ഇമേജസ് ജനറേറ്റ് ചെയ്തു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കും. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി എന്ത് കണ്ടന്റാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക.